PJ കുര്യൻ സമുന്നതനായ കോൺഗ്രസ് നേതാവാണ്. ഒരുപാട് കാലം വലിയ വലിയ പദവികളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹം ഒരു പരിപാടിയിൽ, പാർട്ടി പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കവേ വേറെ ആരുമല്ല, KPCC പ്രസിഡന്റ് ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ആ വേദിയിലുണ്ട്. അവിടെ വെച്ച് പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ ഈ പോക്ക് അത്ര ശരിയല്ല. തുറന്നു പറഞ്ഞതാണ് അദ്ദേഹം. യുവമാർ നന്നാകുന്നെങ്കിൽ നന്നായി പോട്ടെ എന്ന് പറഞ്ഞതാണ്. എന്താണ് ഇങ്ങനെ വെറുതെ സമരം മാത്രം നടത്തിയാൽ പോരാ, പഞ്ചായത്തുകളിൽ ആളില്ല, പഞ്ചായത്ത് കമ്മിറ്റികളില്ല, മണ്ഡലം കമ്മിറ്റികളില്ല. പലയിടത്തും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസിന് സമരം നടത്തുന്ന ചെറിയ ചെറിയ പോക്കറ്റ് ഏരിയകളിലെ കുറെ 5-6 നേതാക്കൾ, കുറച്ച് അണികൾ, അവർ ചെന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നു, ജലപീരങ്കി അടിയേറ്റ് വാങ്ങുന്നു, ചിലപ്പോൾ ലാത്തി ചാർജിന് ഇരയാകുന്നു. അങ്ങനെയുള്ള ഒരു നേതൃത്വവും ആളുകളും അണികളും മാത്രമേ യൂത്ത് കോൺഗ്രസിനുള്ളൂ. SFI പോലെയോ DYFI പോലെയുള്ള അണികൾ അല്ലെങ്കിൽ കെട്ടുറപ്പ് ഒരു സംവിധാനം യൂത്ത് കോൺഗ്രസിന് ഇല്ല എന്ന് PJ കുര്യൻ വിളിച്ചു പറഞ്ഞു. ഇതിൽ പരം നാണം കെടുത്തലുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താണ്? അവരാണ് വിപ്ലവ പാർട്ടിയായ യൂത്ത് കോൺഗ്രസ് കണ്ടുപിടിച്ചത്, അവരില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇല്ല എന്ന തരത്തിലാണ്. ഇവർ നാഴികയ്ക്ക് 40 വട്ടം സമരം നടത്തുന്നുണ്ടെന്നല്ലാതെ ഗ്രാസ് റൂട്ട് ലെവലിൽ വേറെ ആളുകളില്ല, അണികളില്ല എന്ന പരമാർത്ഥമാണ് PJ കുര്യൻ വിളിച്ചു പറഞ്ഞത്. PJ കുര്യൻ ഇത് വിളിച്ചു പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വേദിയിൽ വെച്ച് തന്നെ പറഞ്ഞു, ഞങ്ങളെ അഭിനന്ദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ താറുമാറായിട്ട് അടിക്കരുത് പൊതുജന മധ്യത്തിൽ എന്ന് വിലാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. PJ കുര്യൻ പറഞ്ഞത് വാസ്തവമാണെന്ന് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും സമ്മതിക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞു, ഇത് ഞാൻ കുറച്ചു കാലം മുമ്പേ പറഞ്ഞതാണ്. SFIയും DYFIയും കണ്ടുപിടിക്കൂ, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കാണും, അവർ ചെയ്യുന്ന സംഘടനാ പാഠവും കാണൂ എന്ന് ഞാൻ കുറെ കാലം മുമ്പ് പറഞ്ഞു നോക്കിയതാണ്. നന്മയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ഇവന്മാരതൊന്നും കേൾക്കില്ല. ഇവന്മാരെല്ലാം VD സതീശന്റെ ഗുണ്ടകളെ പോലെയാണ് പെരുമാറുന്നത്, അതാണ് ഈ കുഴപ്പം എന്ന തരത്തിൽ ചെന്നിത്തല പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് PJ കുര്യൻ ഇപ്പോൾ പറഞ്ഞത്. ഉടനെ PJ കുര്യൻ ആക്രമിക്കുകയാണ്. KC ജോസഫും അതുപോലെ തന്നെ കുറേയധികം നേതാക്കൾ. KC ജോസഫ് പറഞ്ഞു, ഇങ്ങനെ ഈ പട്ടിയെ വിട്ട് കടുപ്പിക്കരുതെന്നാണ്. നിങ്ങൾ ദാനം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പട്ടിയെ വിട്ട് കടുപ്പിക്കുന്ന രീതി ശരിയായില്ല എന്ന തരത്തിൽ KC ജോസഫൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സണ്ണി ജോസഫ് പറഞ്ഞു, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. ഇനി ഇതിന്റെ വാസ്തവത്തിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസ് എവിടെയൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ യൂത്ത് കോൺഗ്രസിന് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം കമ്മിറ്റി ഉണ്ടോ? അതിന് മണ്ഡലം ഭാരവാഹികളുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് വക്കത്ത് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, യൂത്ത് കോൺഗ്രസ് നേതാവാണ്, പഞ്ചായത്ത് അംഗമാണ്, പക്ഷേ ഒരു സിംഗിൾ അനുശോചനക്കുറിപ്പ് എഴുതാൻ പോലും യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലോ യൂത്ത് കോൺഗ്രസിൻ്റെ സിംഗിൾ കമ്മിറ്റിയോ സിംഗിൾ ആളുകളോ ഒന്നും ഇല്ല. അതായത് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ അവസ്ഥയിൽ നിന്നാണ്. പക്ഷേ സമരം ചെയ്യാൻ ആളുണ്ട്. സമരം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കൂടി വരും. നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ ആളുകളും യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിൽ വന്ന് 4 അടി കൊള്ളാതെ ഒരു രസമില്ല എന്ന തരത്തിൽ വന്ന് പെരുമാറുന്ന ആളുകളെയൊക്കെ തിരുവനന്തപുരത്ത് ധാരാളമുണ്ട്. എന്നാൽ മറ്റ് സ്ഥലങ്ങളിൽ അത്തരം ആളുകളെ അങ്ങനെ കാണാറില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാട്ടിൽ തന്നെ ഇത്തരത്തിൽ ആളുകൾ ഉണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് PJ കുര്യനെ ചീത്ത വിളിക്കാൻ പോകണം. PJ കുര്യൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് ആളുകളുണ്ട്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നേതാക്കൾ യൂത്ത് കോൺഗ്രസിനുമുണ്ട്, മഹിളാ കോൺഗ്രസിനുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. പക്ഷേ താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാനാണില്ല. അദ്ദേഹം പറഞ്ഞത് ഒരു പഞ്ചായത്ത് വാർഡിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് വാർഡിൽ ഇറങ്ങി പ്രവർത്തിച്ച ആളുകളെ ഒപ്പം ചേർക്കുന്നതിന് യൂത്ത് കോൺഗ്രസ്സുകാരില്ല. ഒരു ബാങ്ക് ഭരണസമിതി ഇലക്ഷൻ വരട്ടെ, അവിടെ വോട്ട് ചെയ്താൽ ചിലപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി വിജയിച്ചേക്കാം. പക്ഷെ അങ്ങനെ വോട്ട് ചെയ്യാൻ പോലും ആളുകൾ എത്താറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വോട്ട് ചെയ്യാൻ കൂടി ആളുകൾ വരുന്നില്ല. ഇത് എന്തൊരു ദുരന്തമാണ്, അല്ലെങ്കിൽ എന്തൊരു അവസ്ഥയാണ് യൂത്ത് കോൺഗ്രസ് നേരിടുന്നതെന്ന് PJ കുര്യൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണ്. PJ കുര്യൻ പറഞ്ഞത് എന്താണ്? ധർമ്മം കൊടുക്കാതെ പട്ടിയെ കൊണ്ട് ഘടിപ്പിക്കുന്ന രീതിയാണ്, അഭിനന്ദിച്ചില്ലെങ്കിലും ഇങ്ങനെ കടന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ ഇക്കാലയളവിൽ എന്തൊക്കെ ചെയ്തു? കുറേയധികം സമരങ്ങൾ ചെയ്തു. സമരങ്ങൾ ചെയ്തില്ല എന്നല്ല, സമരങ്ങൾ ചെയ്തു. നാഴികയ്ക്ക് 40 എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തു. പക്ഷെ സമരം ചെയ്തത് കൊണ്ട് മാത്രം കാര്യങ്ങൾ പോകുമോ, വിജയിക്കുമോ എന്ന് ചോദിച്ചാൽ അത് പാടില്ല. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ കുറെ കൂടി ജാഗ്രതയോടുകൂടി പെരുമാറണം, കുറെ കൂടി ആർജവത്തോടുകൂടി പെരുമാറണമെന്ന് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞാൽ ഇത്രമാത്രം വിഷണ്ണരാകാൻ യൂത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് PJ കുര്യൻ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി എന്നാണ് ഒരു പൊതു ചോദ്യം ഉയരുന്നത്. രമേശ് ചെന്നിത്തലയും ചോദിക്കുന്നത് അത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞതിനെ വിശാലാടിസ്ഥാനത്തിൽ കാണുക, അദ്ദേഹം പറഞ്ഞതിനെ നന്മ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ് ഒട്ടുമിക്ക നേതാക്കളും പറയുന്നത്. പക്ഷേ ചില ആളുകൾ അന്ധമായിട്ട്
ഇവരെ രാഹുൽ മാങ്കൂട്ടത്തിനെയും പുതിയ നേതൃത്വത്തെയൊക്കെ പിന്തുണച്ച് രംഗത്ത് വരുന്നു. അത് ആശാസ്യമാണോ എന്നും യൂത്ത് കോൺഗ്രസ് ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും.